അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. فإذا سألك عبادي فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നോട് നമ്മളോട് ആദ്യമായി ഉണർത്തുകയാണ്, നമസ്കരിക്കുകയാണ്. സത്യവിശ്വാസികളെല്ലാം പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ കാത്തിരിക്കുകയും അതെത്തി തുടരുകയാണ്. വളരെ വേഗം തന്നെ അത് കഴിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും കടന്നു പോകും. റമളാനിന്റെ ആദ്യത്തെ 10 നമ്മളിപ്പോൾ അനുഗ്രഹത്തിന്റെ 10 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ 10 എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹം നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു നന്ദി രേഖപ്പെടുത്താൻ മനുഷ്യർക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് സമമായി നന്ദി കാണിക്കാൻ ഒരടിമയ്ക്ക് സാധ്യമല്ല. ഇപ്പൊ നമ്മള് കണ്ണിന്റെ കാഴ്ച അത് നഷ്ടപ്പെട്ടു പോയാൽ 100 കോടി രൂപ എടുത്താൽ കിട്ടുമോ? കിട്ടില്ല. കണ്ണിനൊരു അസുഖം ബാധിച്ച് പടച്ചോനെ ശിഫാക്കി തരണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശിഫായി കിട്ടിയാൽ നമുക്ക് പറയാൻ കഴിയുന്നത് അൽഹംദുലില്ലാഹ് പറയാൻ കുറെ പ്രാവശ്യം പറയാം അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാ. അതില്ലാതായി പോയുണ്ടാവുന്ന വിഷമമാണെങ്കിലോ എത്ര അപാരമായിരിക്കും. കണ്ണിന്റെ കാഴ്ചയ്ക്കും കഴിവിനും ഒരു 500 കൊല്ലത്തെ വിവാദത്തെ നീ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അവർ സാധിക്കും. ചെവിയുടെ കേൾവി, അതുപോലെ ഓരോ അവയവത്തിന്റെയും, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ അവയവത്തിന്റെയും അനുഗ്രഹം അതെത്ര വലുതാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ്, 7 വയസ്സായ കുട്ടി രാവിലെ ചെറിയൊരു പനി, രാത്രിയായപ്പോൾ പനി കൂടി, കുട്ടിക്ക് പിന്നെ ചെവി കേൾക്കാനേ നിർത്തില്ല, ഹിയറിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി, ഡോക്ടർമാർക്ക് കൊണ്ടുപോയി. ആ കുടുംബത്തിന്റെ അന്തരീക്ഷം റമദാനിന്റെ ആദ്യത്തെ ദിവസം തൊട്ട് പൂർണ്ണമായും വേദനയിലും പ്രയാസത്തിലാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ്. ആ കേൾവി എന്ന് പറഞ്ഞൊരു സംഗതി പൂർണ്ണമായും ഇല്ലതായി വരിക. ചില വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞത് വീണ്ടെടുക്കാൻ പറ്റിയേക്കാം, ചിലർ പറയാൻ സാധ്യമല്ല. ആ കുടുംബം തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള സമാധാനം അന്തരീക്ഷിച്ചു ഒരു കുട്ടിക്ക് വന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾക്ക് ഒരുതരം ധിക്കാരമാണ്, വഴിതെക്കേണ്ട അവകാശമാണ്, കിട്ടിയേ പറ്റൂ എന്നുള്ള ചിന്താഗതിയാണ്. അത് ഈ പ്രകൃതി ചേരാത്ത ഒന്നാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് ഈ അനുഗ്രഹദാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന യാഥാർത്ഥ്യത്തെ ഉറപ്പിച്ച് ഉറക്കെ പ്രഖ്യാപിക്കാനും ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാനും ആ സത്യത്തിന് വിരുദ്ധമായി എല്ലാത്തിനെയും പൊരുതി തോൽപ്പിക്കാനുമാണ് സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജീവിതം ഒരു ജിഹാദായി പ്രഖ്യാപിച്ചു, ഒരു സമരം, നിതാന്തമായ ഒരു ധർമ്മസമരമായിട്ടാണ് ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. ജീവിത സമരം നമ്മൾ സാധാരണ സാഹിത്യ ഭാഷയിൽ പറയാറുണ്ട്. സത്യവും അസത്യവും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടം. അതില് മനുഷ്യന്മാർ ഏത് തരത്തിൽ പ്രവർത്തിക്കും എന്നറിയുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംവിധാനിച്ചിട്ടുള്ളത്. ജീവിതം തന്നെ അതിനു വേണ്ടിയാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് മരണവും ജീവിതവും നാം സെറ്റ് ചെയ്തിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമുഖത്തുള്ളതെല്ലാം ഇതിനൊരു അലങ്കാരമായി നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ച് അറിയുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും പരീക്ഷിച്ചറിയുക. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ നാം കൂട്ടിച്ചേർന്ന ഇന്ദ്രിയത്തിനുള്ളിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവന് കേൾവിയും കാഴ്ചയും ഒക്കെ നാം സമ്മാനിച്ചിരിക്കുന്നു. അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി. തീർച്ചയായും നാം പരീക്ഷിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക ജീവിതത്തിൽ പരീക്ഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നന്നായി നമ്മുടെ കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, നാക്കുകൊണ്ട്, ബുദ്ധി കൊണ്ട്, പണം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, ശരീരം കൊണ്ട് ഏറ്റവും നന്നായി ആരാണ് പ്രവർത്തിക്കുന്നത്? സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ദയയുടെ, കാരുണ്യത്തിന്റെ മാർഗത്തിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഈ ജീവിതം എന്നുള്ള സ്ഥാനത്ത്. മനുഷ്യന്മാരെ വ്യത്യസ്തരായി നമ്മളിവിടെ കാണുന്നത്. വിശ്വാസ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ച് വിശ്വസിപ്പിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് വിശ്വാസ സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹ് ഇതല്ലാത്ത വഴിയില്ലാത്തത് കൊണ്ടല്ല. ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم وينبئكم بما كنتم فيه تختلفون. ഒരു ദീർഘമായ വായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിന് വേണമായിരുന്നെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പടച്ചോൻ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ, പദ്ധതി ഇട്ടിരുന്നെങ്കിൽ നിങ്ങളെല്ലാം ഒരുപോലെ ആക്കുമായിരുന്നു. ഉദാഹരണം, മലക്കുകൾ വിക്കരിക്കാൻ പറ്റാതെ അന്ന് എന്താ പറഞ്ഞ അതുപോലെയാണ് പ്രവർത്തനം. ജന്തുക്കള്, സസ്യങ്ങള് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെ തന്നെ പോകും. വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവില്ല, ഗ്രൂപ്പ് ഉണ്ടാവില്ല, പാർട്ടി ഉണ്ടാവില്ല, വഴക്കുണ്ടാവില്ല, സംഘടന ഉണ്ടാവില്ല, കച്ചറ ഉണ്ടാവില്ല, അഴിമതി ഉണ്ടാവില്ല, യോതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പ്രത്യേകിച്ച് മലക്കള് സംഘടന ഉണ്ടാക്കിയതായിട്ട് നമുക്ക് ഇതുവരെ ഒരു വിവരമില്ല. മലക്കൾ കവലപ്രസംഗം നടന്നതായിട്ട് നമുക്ക് യാതൊരു വിവരമില്ല. ഏതെങ്കിലും സസ്യങ്ങള് കൂട്ടിച്ചേർന്നിട്ട് സമ്മേളനം നടത്തിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായിട്ട് വിവരമില്ല. ഈ പ്രപഞ്ചത്തിന് മനുഷ്യരല്ലാത്ത ആരെങ്കിലും ഗ്രൂപ്പോ സംഘമോ സംഘടനയോ അടിയോ പള്ളിയോ രണ്ടോ ഒത്തുകയോ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയതായിട്ട് യാതൊരു ഒരു തെളിവും ആർക്കും നിർത്താൻ സാധിക്കില്ല. അപ്പൊ മനുഷ്യന് വേണമെങ്കിൽ അതൊക്കെ അങ്ങനെ ആക്കാമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് നൽകിയ വ്യക്തിത്വം ഓരോരുത്തർക്കും ലിനബലുവക്കും ഫീമ ആചാക്കും ലിയബലുവക്കും ഫീമ ആചാക്കും. നിങ്ങൾക്ക് നൽകിയതിൽ ബുദ്ധിയും കഴിവും ശേഷിയും പണവും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ പലതും നൽകിയിട്ടുണ്ട്. പണമുള്ളവർ ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല, ആരോഗ്യമുള്ളവർ ചിലപ്പോൾ പണം ഉണ്ടാവില്ല, ബുദ്ധിയുള്ളവർ ചിലപ്പോൾ കഴിവുണ്ടാവില്ല, കഴിവുള്ളവർ ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവില്ല. അങ്ങനെ പലതും. ഒന്നുമില്ലാത്ത ഒരുത്തരും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നൽകിയതിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയാണ് ഫസ്തബിഖുൽ ഖൈറാത്ത്. അതുകൊണ്ട് നന്മയിൽ മത്സരിച്ച് മുന്നേറിക്കൊള്ളുക. നല്ലതാണ് നാം പരീക്ഷിക്കുന്നത്. അപ്പൊ നന്മയിൽ മത്സരിച്ച് മുന്നേറുക എന്നാണ്. ഒരു കാര്യം കൂടി ഓർത്ത് ഇലല്ലാഹി മർജിഉക്കും. നിങ്ങളുടെ മടക്കം അല്ലാഹുവിൽ നിന്നാണ്, അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിൽ നിന്ന് വന്നത് അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകും. എന്നിട്ട് ഫയുനബ്ബിഉക്കും ബിമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ. എന്നിട്ട് നാം അവിടെ എത്തുമ്പോ, ഇന്നിവിടെ ഒരുപാട് മനുഷ്യന്മാർ കുഴപ്പമുണ്ടാക്കി തല വെട്ടി പുളർന്ന് കീറി രക്തം ചിന്തി കുഴപ്പമുണ്ടാക്കണ്ടല്ലോ. പക്ഷെ പെട്ടെന്ന് നടപടികൾ ഉണ്ടായിരിക്കണമെന്ന് നോക്കണ്ട. നിങ്ങളെല്ലാം തിരിച്ചു വരുമ്പോ ഫയുനബ്ബിഉക്കും, നാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായ വിവരം തരും. നിങ്ങൾ എന്തിലൊക്കെയാണ് ഭിന്നിച്ചിരുന്നത്, ആരൊക്കെയാണ് ശരിയുടെ മാർഗത്തിൽ നീങ്ങിയിരുന്നത്, ആരൊക്കെയായിരുന്നു അഹങ്കാരികൾ, ആരൊക്കെയായിരുന്നു പൊങ്ങച്ചക്കാർ, ആരൊക്കെയായിരുന്നു വിനീത വിധേയരായുള്ളവരായിരുന്നു, ആരൊക്കെ മുഅ്മിനീങ്ങളായിരുന്നു, ആരൊക്കെ മുത്തഖീങ്ങളായിരുന്നു, ആരൊക്കെ മുഹ്സിനീങ്ങളായിരുന്നു എന്നൊക്കെയുള്ള സംഗതി ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരും എന്ന ഒരു കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. ഈ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നന്മയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നന്മയുടെ വഴി കാണിക്കാതെ വിടുന്നത് മോശമാണല്ലോ. അപ്പൊ അവരുടെ നന്മയുടെ മാർഗദർശനം കാണിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ബാധ്യതയായി തീരുമാനിച്ചു. ഇന്ന അലൈന ലഹുദ. നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് മനുഷ്യന്റെ നന്മ. അതിന്റെ മാർഗദർശനം എന്താണ്? അതിന് മുതൽ ആ നന്മയുടെ മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നൊരു കാര്യം നമുക്കറിയുന്നതാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ നാളെ മുതൽ മാസങ്ങളുടെ എണ്ണം 12 അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അതിൽ ഒരു മാസത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗദർശനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. വളരെ വെൽ പ്ലാൻഡ് സംഗതി. ഇബ്രാഹിം നബിക്ക് ലഭിച്ചത് റമദാന്റെ തുടക്കത്തിലായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. ആ 1-ാം ആഴ്ചയുടെ അന്ത്യത്തിലേക്ക് ആകുമ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിച്ചത്. സബൂർ ലഭിച്ചത് 3-ാമത്തെ ആഴ്ച, 2-ാമത്തെ ആഴ്ചയിലും, ഇഞ്ചീൽ 3-ാമത്തെ ആഴ്ചയിലും, ഫുർഖാൻ 4-ാമത്തെ ആഴ്ചയിലും എന്ന് വിവിധ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തം എല്ലാ സംഗതികളും, എല്ലാ ദൈവിക വേദഗ്രന്ഥങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ അവതരിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ച് തുടങ്ങിയത് ഈ മാസത്തിലായിരുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുണ്യമാസമായി തീരുമാനിച്ചു. അതൊരു അനുഗ്രഹത്തിന്റെ മാസമാണ്. സന്മാർഗം അനുഗ്രഹമല്ല. അപ്പൊ സന്മാർഗം അനുഗ്രഹത്തിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ മാസമാണ്, പ്രതീക്ഷയുടെ മാസമാണ്, വിമോചനത്തിന്റെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്, സ്വർഗപ്രവേശത്തിന്റെ മാസമാണ്, പിശാചിന്റെ പ്രവർത്തനങ്ങളെ ചങ്ങലക്കെടുക്കുന്ന മാസമാണ്, സത്യവിശ്വാസികളുടെ മനസ്സിന് ഊർജ്ജസ്വലത നൽകിക്കൊണ്ട് മാലാഖമാർ ഭൂമിയിൽ വ്യാപരിക്കുന്ന ഒരു പ്രത്യേക മാസമാണ്. എല്ലാ നിലക്കും മനുഷ്യന് ആശ്വാസവും സമാധാനവും സംതൃപ്തിയും ലഭ്യമാകുന്ന മാസമാണ്.
അപ്പൊ ആ മാസം ഏറ്റവും പുണ്യകരമായ ഒരു മാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ആ മാസത്തിൽ ഏറ്റവും ഒടുവിലത്തെ എഡിഷൻ ഇറക്കിയ ഖുർആൻ ഇറക്കിയ ലൈലത്തുൽ ഖദ്റിനെ ഏറ്റവും വലിയ രാത്രിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയും ചെയ്തു. ആകാശം ഭൂമിയോട് കിന്നാരം പറയുന്ന അതിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും തുറന്നൊഴുകി കൊടുക്കുന്ന ഒരു ദിവസം. പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ അതിനു മുമ്പും അതിനു മുമ്പും അത്തരം ഒരു മഹത്വമുള്ള രാത്രി ഉണ്ടായിട്ടില്ല. പക്ഷെ അത് അന്ന് പ്രവാചകന്റെ കാലത്ത് അത് കഴിഞ്ഞുപോയി. പിൽക്കാല തലമുറകൾക്ക് അതിന്റെ നവാബ്, അതിന്റെ പുണ്യം ലഭിക്കാൻ അത് വീണ്ടും ആവർത്തിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. അന്നത്തെ പോലെ ഹിറാ ഗുഹയിൽ മുഹമ്മദ് നബി പോയിരുന്ന് ജിബ്രീൽ വന്ന് ഖുർആൻ അവതരിപ്പിക്കുന്ന ആ പ്രോസസ് ഇല്ല എന്ന് കഴിച്ചാൽ ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളുടെ പുനരാവർത്തനമോ ഉണ്ടാവും എന്നുള്ളത് അത് ഈ റമദാനിന്റെ ഒടുവിലത്തെ 10 ഒറ്റ രാവുകളിൽ സംവിധാനിച്ചിരിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസത്തെ ഏറ്റവും ഉത്തമമായ മാസമായി തീരുമാനിച്ചപ്പോൾ ഉദാത്തമായ ഉന്നതമായ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മാസം. അപ്പൊ അതിന് ചില സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി. ആ മാസം മനുഷ്യൻ സാധാരണ ചെയ്യുന്ന ചില സംഗതികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ഒന്ന് റിഫ്രഷ് ചെയ്യും. ഇന്ന് വളരെ എളുപ്പമാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലഘട്ടത്തിൽ ഇത് പറഞ്ഞു മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് ഇതൊക്കെ നന്നായി നേരത്തെ അറിയാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉന്നതമായ തത്വങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളാൻ മനുഷ്യ മനസ്സിനെ പാകമാക്കാൻ അവന് ഉപവാസവും വ്രതാനുഷ്ഠാനവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മുൻകാല തലമുറകൾക്കും അങ്ങനെയായിരുന്നു. ഹിന്ദു മിത്തോളജിയിലൊക്കെ പരിശോധിച്ചാൽ വ്രതശുദ്ധിയുടെ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ കഴിയും. വ്യക്തമായി ഓരോന്നും എടുത്തു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഹൈന്ദവാചാര്യന്മാരുടെ ഓരോ സംഗതികളിൽ വ്രതശുദ്ധി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സ്വയം ശുദ്ധീകരിക്കാൻ വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പഴക്കമുള്ള ദിവ്യ വിജ്ഞാനത്തിന്റെ ദിവ്യബോധനത്തിന്റെ ശകലങ്ങൾ വേദേതിഹാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഋതുവേദത്തിലും യജുർവേദത്തിലും സമവേദത്തിലും അഥർവവേദങ്ങളിലുമൊക്കെ ഇതിന്റെ പരാമർശങ്ങളും അലയൊലികളും നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് മൂസാ നബിയുടെ ലോക ചരിത്രത്തിൽ, സമകാലിക ലോക ചരിത്രത്തിലെ ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഹൈന്ദവ മിത്തോളജിയെ ആ പഴമയ്ക്ക് പിന്നെ വരുന്നത് അതിനുശേഷം വരുന്ന ജൂദായിസമാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു തആല ദിവ്യദർശനം നൽകിയ, അല്ലാഹു തആല ദിവ്യബോധനം നൽകിയ 40 ദിവസത്തെ ഉപവാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. സിനായ് മരുഭൂമിയിൽ തൂർ പട്ടണത്തിൽ 40 ദിവസം ഉപവാസം ഇരുന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് മൂസാ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് വർത്തമാന മഹാവീരന്റെ ചരിത്രമാണ്. അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത് സുദീർഘമായ ഒരു ഉപവാസത്തിലൂടെയാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗയയിലെ അരയാലിന്റെ ചുവട്ടില് ബുദ്ധന് ബോധോദയം നൽകിയത് 49 ദിനരാത്രങ്ങളിലെ ഉപവാസത്തിന് ശേഷമാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ മൂസാ നബിക്ക് ശേഷമാണ്. ആ ഗയയിൽ ഇപ്പോഴും ആ സ്ഥലം ഒരു ബുദ്ധക്ഷേത്രമായിട്ട് പരിപാലിച്ചു വരുന്നുണ്ട്. അവിടെ അദ്ദേഹം പഠിപ്പിച്ച ധർമ്മം, അതിന്റെ ഒരു ദിവ്യ ദർശനം ലഭിക്കുന്നത് ആ അരയാലിന്റെ ചുവട്ടിലെ 49 ദിനരാത്രങ്ങളിലുള്ള ഉപവാസത്തിന് ശേഷമായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ഇടക്കിടക്ക് ഒരുപാട് ആളുകൾ അതൊന്നും ചരിത്രരേഖകളിൽ നിന്ന് പരിധിയെടുക്കാൻ സാധ്യമല്ല. പിന്നെ ഈസാ നബിയാണ്. ഈസാ നബി 40 ദിവസത്തെ സുദീർഘമായ ഉപവാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇഞ്ചീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്നുള്ളതാണ്. ഇഞ്ചീൽ നൽകുന്നതിന് മുമ്പ് തന്നെ തൊട്ടിലിൽ വെച്ച് തന്നെ ദിവ്യബോധനം ലഭിക്കുക ഒരു പ്രവാചകനായിരുന്നു ഈസാ എന്ന് നമുക്കറിയാം. പക്ഷെ ഔദ്യോഗികമായി പ്രവാചകത്വം നൽകിയത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. കാരണം ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു അത്ഭുതം
ആ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തൊട്ടിലിൽ വെച്ച് ഈസ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിപ്പിച്ചു, പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴമാണ്. ഹിറാ ഗുഹയിലെ ദിനരാത്രങ്ങൾ നമുക്കറിയുന്നതാണ്. സുദീർഘമായ ഉപവാസത്തിലൂടെയാണ് ഒടുവിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെടുന്നതും ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ആദ്യ ഖുർആനിക 5 വാചകങ്ങൾ അവതരിച്ചു വരുന്നു. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് സംഗതി മനസ്സിലാവുന്നു. നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് റിക്രിയേഷനൊക്കെ നടന്നാൽ ഉദാത്തമായ ഉന്നതമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ മനുഷ്യനും പലപ്പോഴും മടി അനുഭവപ്പെടുന്നു. ഉത്തമമായ എന്തെങ്കിലുമൊക്കെ കരസ്ഥമാക്കണമെങ്കിൽ കുറച്ച് കൺട്രോൾ ആവശ്യമാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മൊബൈൽ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഫോൺ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് വിൻഡോസ് ഫോണൊക്കെ ഉണ്ട്. ഏത് ഫോണും കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫയലുകൾ ഇങ്ങനെ വന്നുകൂടും, ടെമ്പററി ഫയൽസ് വന്നുകൂടും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. ഏത് സംഗതിയും ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് അഴുക്ക് വെച്ചു, വാഹനം ഉപയോഗിച്ചാൽ അഴുക്ക് വെച്ചു, പിന്നെ നമ്മൾ സർവീസ് ക്ലീൻ ചെയ്യും. അതേപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫയൽസ് ഇങ്ങനെ വന്നുകൂടും. അപ്പൊ ഒന്ന് റിഫ്രഷ് ചെയ്യണം. മനുഷ്യനും അങ്ങനെ തന്നെ, അവന്റെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഒരുപാട് അഴുക്കുകൾ വന്നുകൂടും. ശരീരത്തിലെ അഴുക്കുകൾ അംഗസ്നാനം കൊണ്ട് തൽക്കാലം ശരിയാക്കാം. നല്ലോണം കുളിച്ചാലും അഴുക്കുകൾ പോകും. അപ്പൊ അതുകൊണ്ട് അംഗസ്നാനം മനുഷ്യന് 5 ദിവസം 5 നേരം നിർബന്ധമാക്കി. എന്നിട്ട് മനസ്സ് റിഫ്രഷ് ചെയ്യാൻ നിസ്കാരം ഇടക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യും. എങ്ങനെ എപ്പോഴും റിഫ്രഷ് ചെയ്താലും തീരാതെ രസങ്ങൾ ഉണ്ടാവും. അതിന് ഫാക്ടറി സെറ്റപ്പ്, ഫാക്ടറി സെറ്റിംഗ്, റീസെറ്റ് എന്നാണ് പറയാം. മൊബൈൽ ഒന്നായിട്ടാണ് റീസെറ്റ്. അപ്പൊ എല്ലാ പഴയ ഫയലുകളും പൊളിച്ച് ഫാക്ടറിയിൽ നിന്ന് എങ്ങനെയാണ് ആ മൊബൈൽ ഇറക്കിയത് ആ കോലത്തിലേക്ക് സംഗതി ആക്കി കിട്ടും. 5-10 മിനിറ്റുള്ള പരിപാടിയുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. റീസെറ്റ് ചെയ്യാം, കംപ്ലീറ്റ് ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ പഴയ ഫയലൊക്കെ പോയി ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ടാവും. അപ്പോ ഫംഗ്ഷനൊക്കെ നല്ലോണം നടക്കും. ഇത് തന്നെയാണ് മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു ഡിഫോൾട്ട് സെറ്റ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സെറ്റിംഗ്സ് ആണ് ഉള്ളത്. അവയിൽ നിന്ന് വന്നത്. അതുകൊണ്ട് നഫ്സിന് ഏറ്റവും നല്ലത് മനസ്സിലാക്കാനും നല്ലതേതാണ് ചിത്തേതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്, നന്മയിലേക്കുള്ള ഒരു പ്രേരണ. ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ് മനുഷ്യൻ. പക്ഷെ ദുനിയാവിലേക്ക് വരുമ്പോ, ഇവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോ, ഇവിടുത്തെ ആളുകളായിട്ട് പെരുമാറുമ്പോ, ഇവിടുത്തെ വസ്തുക്കളെ കാണാൻ താല്പര്യം ഉണ്ടാകുമ്പോ ചില്ലറ അസൂയ, പക, ആർത്തി, വൈരാഗ്യം, തോന്നിയാസം, അങ്ങനെ അവന് തെറ്റുകൾ വന്നുകൂടും, പാപങ്ങൾ വന്നുകൂടും. അപ്പൊ അവന്റെ തെറ്റുകളും പാപങ്ങളും അവനെ കൂടിക്കഴിഞ്ഞാൽ അവന്റെ ആത്മാർത്ഥത പോകും, മനുഷ്യ മനസ്സിന്റെ സിൻസിയറിറ്റി പോകും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാവില്ല, പാപിയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ പാപമോചനമാണ്. അപ്പൊ അവൻ ദൈനംദിനം പാപമോചനം ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവനെല്ലാം കൂടെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുന്നതാണ് വൃദ്ധാനുഷ്ഠാനം. സകലതും എല്ലാം കൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് അവനെ ശുദ്ധീകരിച്ചെടുക്കുക. കംപ്ലീറ്റ് അവനുള്ള എല്ലാ ദുർമേധസ്സുകളും, അത് ശരീരവും മനസ്സും ഒരുപോലെ ഭാഗമാണ്. അതിനവന് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ അതൊരു വഴിയാണ്. ഭോഗവും ഉപഭോഗവും മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ ഭോഗത്തിന്റെയും ഉപഭോഗങ്ങളുടെയും പിന്നാലെ പാഞ്ഞുപോയാൽ, നിയന്ത്രണങ്ങളില്ലാതെ പാഞ്ഞുപോയാൽ അത് അവൻ അപകടപ്പെടുത്തും. ഒരുപാട് തരം താല്പര്യങ്ങൾ, രോഗങ്ങൾ, ആർത്തിയും, കൈക്കൂലി വാങ്ങണവനും, കള്ളക്കണക്ക് എഴുതണവനും, വെട്ടിപ്പ് നടന്നവനും എല്ലാം സ്വന്തം സുഖത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യഭിചരിക്കണവനും, കൊലപാതകം നടത്തുന്നവനും, കള്ളക്കണക്ക് എഴുതണവനും, അളവിൽ തൂക്കത്തിൽ കുറയ്ക്കുന്നവനും, സകാത്ത് കൊടുക്കാതിരിക്കുന്നവനും, അതുപോലെ നിസ്കരിക്കാതിരിക്കുന്നവനും, നോമ്പ് നോക്കാതിരിക്കുന്നവനും സ്വന്തം ഭൗതിക സുഖത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഭൗതികമായ താൽക്കാലികമായ സുഖം, ആ സുഖത്തിന്റെ പിന്നാലെ അവൻ പോയാൽ അവൻ അപകടമുണ്ടാകും. അതുകൊണ്ട് അവന് റിഫ്രഷ് ചെയ്ത് നന്നാക്കണം. അതിനൊരു കൊല്ലത്തിൽ ഒരു മാസം, അതും ഈ ഷഹർ റമദാൻ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മാസം, അത് തീരുമാനിച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും
സത്യവിശ്വാസികൾ ഒന്നാകാതെ ചെയ്യുമ്പോൾ ലോക മനസാക്ഷി മുഴുവൻ റിഫ്രഷ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് ലൈനിലേക്ക് പോകും. അവിടെ സ്നേഹവും കാരുണ്യം, അതായത് സ്വാർത്ഥത കൊണ്ട് സ്നേഹവും പറ്റിപ്പോകുമ്പോ, സ്വാർത്ഥത കൊണ്ട് കാരുണ്യമില്ലാതായി പോകുമ്പോ, എല്ലാവിധ സ്വാർത്ഥതകളും വെടിഞ്ഞ് പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് കറകളൊക്കെ കഴുകി ശുദ്ധിയാക്കി ശരീരത്തിനെയും മനസ്സിനെയും മലിനസമായ അന്തരീക്ഷത്തിൽ നിന്ന് മോചിപ്പിച്ച് ദിക്റും തസ്ബീഹും നമസ്കാരവും ഖുർആനോത്തും ഒരുപാട് ചീച്ചിയും കുടിയും ഒക്കെ ഒഴിവാക്കുമ്പോ ദുർമേധസ്സുകളെല്ലാം ഒരുപാട് പോയി ശരീരത്തിലെ ഫാറ്റ് എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് അത് വൈറ്റമിൻ പ്രോട്ടീനായി മാറി. ഇങ്ങനെ ഒരുപാട് പ്രോസസ്, വളരെ ആഴത്തില വിഷയം. ഇതൊരു തമാശയുടെ സംഗതി ഒന്നുമല്ല. നോമ്പിന്റെയും അതുപോലെ ഹിദായത്തിന്റെയും നമസ്കാരത്തിന്റെയും സംഗതികളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് ശരിക്കൊന്ന് പഠിച്ചു തന്നെ മനസ്സിലാക്കണതാണ്. നമ്മൾ സാധാരണ പറഞ്ഞു നടക്കാറുള്ള നോമ്പ് വരുന്നു, അത് പാവോചനാണ്, അത് ഉണ്ണിയാണ്, അതല്ല. ശരിക്കും പാവോചനവും ഉണ്ണിയൊക്കെ തന്നെ. പക്ഷെ എങ്ങനെ ആ പ്രോസസ് നമ്മളിൽ എങ്ങനെ നടക്കുന്നു? ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കേടുകൾ, രോഗങ്ങളുണ്ട്. അതിനെയൊക്കെ ഈ നോമ്പുകൾ അടിച്ച് കലക്കിയാണ് ശരിയാക്കും. അതുപോലെ മനസ്സ് നല്ല ആരോഗ്യം, അവനെ പ്രതീക്ഷാനിർഭരമാക്കും. പ്രശ്നങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കും. എല്ലാത്തിനും അതിലുണ്ട് എന്നുള്ള ഒരു തന്റെ അവൻ ഉണ്ടാക്കി കൊടുക്കും. അവൻ സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങും. അവന്റെ മസ്തിഷ്കം മറ്റൊരിടത്തും പണയം വെക്കാതെ അവന് സ്വന്തം ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ നോമ്പ് അവനെ സഹായിക്കും. അങ്ങനെ ഒരുപാട് തരത്തില് ആരോഗ്യകരമായ ഒരു സംഗതിയാണ് വ്രതാനുഷ്ഠാനം. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഈ മാർഗദർശനം നൽകുന്നതിന് മുമ്പ് വ്രതമനുഷ്ഠിച്ചുകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകി. അത് തന്നെയാണ് നമുക്ക് തന്നത്. ആ പ്രവാചകൻ നൽകിയിട്ടുള്ള ആ ഉപവാസം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് റെഡിയാക്കിയത് ഉപവാസം അതൊരു മാസത്തിൽ ഈ ദിവസത്തിൽ ഞങ്ങൾ തീരുമാനിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെയാക്കി അതിനുള്ള ചിട്ടപ്പെട്ട കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പഠിപ്പിച്ചു. ഏത് ടെക്നോളജി എത്ര വലിയ ഡെവലപ്മെന്റ് ഉണ്ടായാലും അതിന്റെയൊക്കെ അപ്പുറം നിൽക്കുന്ന മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സംഭാവനയായി, ഒരു അനുഗ്രഹമായി, ഒരു ഉത്തമമായ ഒരു സമ്മാനമായി അള്ളാഹു നമുക്ക് നൽകിയതാണ് യഥാർത്ഥത്തിൽ ഈ വ്രതാനുഷ്ഠാന കാലം. ഇത് ഉപയോഗപ്പെടുത്താത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ പോലെ ഹതഭാഗ്യൻ ഈ ഭൂമുഖത്ത് വേറെ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത് ഉപയോഗപ്പെടുത്തി അതിന്റെ തവാബ് നേടുന്നവൻ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് സന്തോഷങ്ങളാണ് നോമ്പുള്ളവന്. അതായത് ഒന്നത് നോമ്പ് തുറക്കുന്ന നേരം നമുക്കറിയാം, വിശന്ന് വലഞ്ഞ ശരീരത്തിന് വെള്ളം കൊടുക്കുമ്പോ, ആഹാരം കൊടുക്കുമ്പോൾ അതിൽ അനുഭവിക്കുന്ന സന്തോഷം അതിഗംഭീരമാണ്. ഒരു ഭാഷയിലെ വാക്കിലും വിവരിക്കാനാവാത്ത അനിർവചനീയമായ അനുഭൂതിപൂർവകമായ ഒരാസ്വാദനമാണ് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന വെള്ളം കുടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്യുന്നത്. മറ്റൊന്ന് അസ്സൗമലി വഅനാ ജസീബിഹി എന്ന് പറഞ്ഞാൽ നോമ്പ് ഒരു സിറായ ഒരു രഹസ്യമായ അമലാണ്. അത് എനിക്കുള്ളതാണ്. അതിന്റെ പ്രതിഫലം നാം കണക്കാക്കി പറയുന്നില്ല. എല്ലാത്തിനും അല്ലാഹു തആല പ്രതിഫലം കണക്കൂട്ടി പറഞ്ഞിട്ടുണ്ട്, 70,000. പക്ഷെ ഇതൊക്കെ ഈ നോമ്പ് അതിന്റെ അപ്പുറമാണ്. അവൻ എന്റെ തൃപ്തിക്ക് വേണ്ടി അവന് നാം വെച്ച് നീട്ടിയ ആ ആഹാരം ഉണ്ടല്ലോ, ആ വെള്ളം ഉണ്ടല്ലോ, അവന്റെ ഭാര്യ ഉണ്ടല്ലോ, അതൊക്കെ അവന് എന്നോടെടുക്കാൻ, നാം നൽകിയ ഹിദായത്ത് സ്വീകരിക്കാൻ, അതിനുവേണ്ടി അവൻ ഉപേക്ഷിക്കുന്നു. അവന്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ എന്റെ അടിമയാണ്. അവൻ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുമ്പോ നാം അതിനുള്ള തവാബ് അവന് നാം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ ഓരോ നിമിഷവും അനുഭൂതിപൂർവകമാണ്, ആസ്വാദദായകമാണ്. പ്രയാസങ്ങളെല്ലാം കടന്നു പോകുന്നതാണ്, രോഗങ്ങളെല്ലാം പമ്പടക്കുന്നതാണ്. അത് മനുഷ്യ മനസ്സിന്റെ തന്റെയുടെ വർദ്ധിപ്പിക്കും, അള്ളാഹുമായിട്ടുള്ള അടുപ്പം കൂട്ടും. അങ്ങനെയുള്ള ഉത്തമമായ ഒരു സമ്മാനമാണ് നമ്മൾക്ക് കൈവശമുള്ളത്, കൊണ്ടു നടക്കുന്നത് എന്ന ബോധത്തോടെ നമ്മൾ ജീവിക്കുമ്പോ നോമ്പിന്റെ ആത്മാവിന്റെ അന്തരാളങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് അത് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ നിലയിലുള്ള പരമ്പരാഗതമായ അറിവ് വെച്ചുള്ള നോമ്പുടിത്തല്ല ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. വളരെ ആഴത്തിലുള്ള ഒരു സംഗതി ഇതിനകത്തുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നോമ്പ് പിടിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه
سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിമുഖത്തിൽ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. ഈ റമദാനെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിലാണ് ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹി ഖുർആൻ അവതരിപ്പിച്ച നേരത്തെ സൂചിപ്പിച്ചു. ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് ഒരു മാർഗദർശനമാണ്. അതായത് മാർഗദർശനത്തിന്റെ തെളിവുകൾ, പ്രമാണങ്ങൾ അതിനകത്തുണ്ട്. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനവുമുണ്ട്. അപ്പൊ സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരൊറ്റ വഴി ഖുർആനാണ്. ആ ഖുർആൻ പഠിപ്പിക്കലാണ്. അത് ഏറ്റവും നന്നായി ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ ഉണ്ടാക്കുന്നതിനാണ് ആരെങ്കിലും ഈ മാസത്തിൽ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വ്രതമനുഷ്ഠിക്കട്ടെ. ചില രോഗികളുണ്ടാവാം, അവര് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മസ്തിഷ്കത്തിന്റെ വളർച്ചയും അതുപോലെ ശരീരത്തിന്റെ ശുദ്ധിയൊന്നും ലഭിച്ചോളുന്നില്ല, അതിൽ കൂടുതൽ ഇടങ്ങളായി പോകും. അങ്ങനെ ശരീരം ഇടങ്ങേറാവുന്ന രോഗികളുണ്ടാവും, അവർക്ക് അത് വിടാം. അത് പിന്നൊരു കാലത്ത് നോട്ട് വീട്ടാൻ കഴിവുള്ളവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് ഫിദിയ. അങ്ങനെ പല കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. എന്നാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിശ്ചിത എണ്ണം മറ്റൊരു സന്ദർഭത്തിൽ അവർ വീടണം. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു, വിഷമം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സംവിധാനം. നിങ്ങൾ ആ പറഞ്ഞ എണ്ണം പൂർത്തീകരിക്കാനും, അതുപോലെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയത്, മാർഗദർശനം നൽകിയത്, സന്മാർഗദർശനം നൽകിയത് നിങ്ങൾ നന്ദിയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരുപാട് സംഗതികൾ അതിനകത്ത് പറയും. ഇത് സന്മാർഗ ദർശനമാണ്, സതുപദേശമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും നേരായതിലേക്ക് നയിക്കുന്നതാണ് ഖുർആൻ. ഈ ഖുർആൻ അല്ലാതെ മറ്റൊന്നും മനുഷ്യനെ ഇത്രയും നേരായ അതിലേക്ക് നയിക്കുന്നതില്ല എന്ന് നിസ്സംശയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇത് സതുപദേശമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള സംശയരോഗങ്ങൾ, പ്രശ്നങ്ങൾ, സംശയമൊരു രോഗ വായു വരുമ്പോ നെഞ്ചിൽ കയറിയാൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നും, തലയിൽ കയറിയാൽ അത് വേറെ എന്താണെന്ന് തോന്നും. വായു എന്തായാൽ അതുകൊണ്ട് ആകപ്പാടെ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്ന സംശയങ്ങൾ, അതുപോലെ ഓരോ സംശയങ്ങൾ, ഏത് ചെറിയയും വലുതുമായ, ചെറുതും വലുതുമായ വിഷയങ്ങളിൽ പോകുമ്പോഴും മനുഷ്യ മനസ്സിൽ പിശാച് സംശയത്തിന്റെ ചില ചില്ലറ വിത്തനമിച്ചു. അതിനേക്ക് അതിജയിക്കാനുള്ള ഒരു ശക്തി, ഒരു കാര്യം നടക്കോ ഇല്ലേ, ചെയ്യണോ വേണ്ടേ എന്നൊന്നുമുള്ള ശല്യമില്ലാതെ ഒരു മനസ്സ് നൽകാൻ ഈ പരിശുദ്ധ ഖുർആൻ കഴിയുന്ന ശിഫാഉൻ ലിമാ ഫി സുദൂർ ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് സന്മാർഗ ദർശനമാണ്, വിശ്വാസികൾക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന എല്ലാത്തിനേക്കാളും വലുതാണ് അത്. തിബിയാനല്ലേ കുല്ലി ഷൈഇൻ, എല്ലാത്തിനും ഇതിന് വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണം മുഴുവൻ നമ്മൾ കാണുന്നില്ല, പക്ഷെ നമുക്ക് കണ്ടെത്താനാവും. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കണമെങ്കിൽ മനസ്സും ശരീരവും ശുദ്ധമാവണം. അതിനൊരു പരിശുദ്ധമായ ഒരു സ്വഭാവ വിശേഷമാണ്. ഈ വ്രതമാസം, ഉപവാസമാസം ഖുർആൻ പഠിക്കാൻ ഏറ്റവും പ്രയോജനകരമായ മാസമാണ്. വെറും പാരായണം മാത്രമല്ല, അത് പഠിക്കുകയും ചെയ്യുക, ആഴത്തിൽ പഠിക്കുക.
മനസ്സിലാക്കി. വളരെ കുറഞ്ഞത് പഠിച്ചാൽ മതി, ഒരുപാട് പഠിക്കണ്ട, വളരെ കുറഞ്ഞത് പഠിച്ചാൽ മതി. ഒരു ദിവസം 3 ആയത്തിന്റെ അർത്ഥം പഠിച്ചാൽ മതി. ആ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും അത് നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധവും അത് ജീവിതത്തിൽ പകർത്താൻ പഠിച്ചത് ഭാര്യയോട് മക്കളോട് ചർച്ച ചെയ്യുക, കുടുംബത്തിലുള്ള ആളുകളോട് പറയുക, സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യുക. അങ്ങനെ പഠനം പ്രായോഗികതയിലേക്ക് കൊണ്ടുവരിക. വെറും പഠനമല്ല, പ്രായോഗിക ജീവിതത്തിലുള്ള ഒരു പഠനം. അങ്ങനെയാണ് ഖുർആൻ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് അള്ളാഹു മനുഷ്യ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഖുർആൻ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പിടിവള്ളിയാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ആത്മീയ ചരടാണ് ഈ ഖുർആൻ. അത് ആശ്വാസമാണ്, സമാധാനമാണ്, അത് കാരുണ്യമാണ്, സതുപദേശമാണ്, സന്മാർഗത്തിനുള്ള തെളിഞ്ഞ പ്രമാണമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആനുമായിട്ട് അടുക്കാനും ഖുർആനിലേക്ക് കടക്കാനും അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ബാന്ധവം മനുഷ്യൻ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് അതിനോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എന്റെ അടിമകള് എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയണം, ഞാൻ വളരെ സമീപസ്ഥനാണ്, അവരുടെ അടുത്ത് തന്നെയുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവരുടെ കണ്ടത്തിലെ രക്തധമനിയേക്കാൾ നാം അവരോട് അടുത്തിരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും ആ ബോധം ഉണ്ടാവണം. എന്റെ രക്ഷിതാവ് എന്നോട് വളരെ അടുത്തിരിക്കുന്നു, എന്റെ ആവശ്യങ്ങൾ അവൻ അറിയുന്നു. ഇതാ ദഅാനി, ഞാനത് വിളിച്ചാൽ അത് ഉടനെ തന്നെ അവൻ അതിന് ഉത്തരം നൽകും. പക്ഷേ അവൻ എന്റെ വിളിക്ക് ഉത്തരം നൽകണം. ഞാൻ പറഞ്ഞത് അനുസരിക്കണം, ഞാൻ പറഞ്ഞത് സമ്മതിക്കണം. ഞാനാണ് രക്ഷിതാവെന്നും ഞാനാണ് കഴിവുള്ളവനെന്നും ഞാനാണ് അവൻ അന്നദാതാവെന്നും അവന് പ്രയാസങ്ങൾ വെക്കുന്നത് ഞാനാണെന്നും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ഞാനാണെന്നും അവൻ സ്വയമല്ല ഇതൊന്നും ചെയ്യുന്നതെന്നും അവന്റെ കണ്ണിന്റെ കാഴ്ച നൽകുന്നത് ഞാനാണെന്നും അവന്റെ ബുദ്ധിശക്തി നിയന്ത്രിക്കുന്നത് ഞാനാണെന്നും അവന് കഴിവ് നൽകുന്ന ഞാനാണെന്നും അവന് പരിശുദ്ധി നൽകുന്ന ഞാനാണെന്നും അവൻ വിശ്വസിക്കണം. എന്നിട്ട് അതിന് ദൃഢമായ ബോധ്യം വേണം. എന്നിട്ട് അതിനുവേണ്ടി അവൻ എന്നോട് പ്രാർത്ഥിക്കണം. അതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ പൂർത്തിയാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും അള്ളാഹുവാണ് അഭയമെന്നും ഇനി നമ്മൾ നിഷേധിച്ചു. ഇങ്ങോട്ടാ പോവാ? അള്ളാഹു എല്ലാം നമ്മൾ വിചാരിച്ചു. എങ്ങോട്ടാ പോവാ? ഒരു സ്ഥലത്ത് പോകാനില്ല. അള്ളാഹു തആല ഖുർആനിൽ പല കോലത്തിൽ പല സ്ഥലത്ത് ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാ പോവാ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ നിസ്സഹായരാണ്. നിങ്ങൾക്കൊരു ജനനമുണ്ട്, ഒരു മരണമുണ്ട്, അതിനിടയിൽ ഒരു ജീവിതമുണ്ട്. നിങ്ങൾക്ക് രാജിവെച്ച് പോകാൻ പറ്റില്ല. നിങ്ങളെ കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, നിങ്ങളെ ചെവി കൊണ്ട് കാണാനും പറ്റില്ല. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ചില ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അജരം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വരാനുള്ള നന്മയും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വരാനുള്ള തിന്മയും തിരിക്കാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ ചോദിക്കുക, അല്ല മൗലവി അള്ളാഹ് വീട്ടിൽ കുത്തി എന്നാൽ കിട്ടുമോന്ന് ചോദിക്കും. അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് കൃത്യമായി കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എങ്ങനെയാണ് അടുക്കേണ്ടത്? അങ്ങനെ അടുക്കുമ്പോ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അതിന്റെ വഴി അള്ളാഹ് പറഞ്ഞു തരും. നമ്മൾ അതിലൂടെ നടത്തിക്കൊണ്ടുപോകും. ഏത് വഴിയാണ് പോകേണ്ടത് അള്ളാഹ് കാണിച്ചു തരും. ഏത് പണിയാണ് എടുക്കേണ്ടതെന്ന് അള്ളാഹ് കാണിച്ചു തരും. എത്ര എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് അള്ളാഹ് പഠിപ്പിച്ചു തരും. അത്രയും എനർജി അവൻ നമുക്ക് സംഭാവന നൽകും. അങ്ങനെ മനസ്സിനെ ആശ്വസിപ്പിക്കും, ശരീരത്തിനെ സന്തോഷിപ്പിക്കും, സുഖകരമായ ഒരു ജീവിതം. അതാണ് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും ഉത്തമമായ ദുആ അതാണ്. ഈ ദുനിയാവിലും ആഖിറത്തിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ, നന്മ തരണേ തമ്പുരാനെ, നരകശിക്ഷയിൽ ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയത് ഈ റമദാൻ മാസമാണ്. നോമ്പുകാരുടെ പ്രാർത്ഥന തട്ടൂല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച ഉടനെ അധികം തരുന്നൊന്നുമില്ല. ഒന്നിൽ പ്രാർത്ഥിച്ചത് അവന് നന്മയാണെങ്കിൽ അത് കൊടുക്കും, അതവന് തിന്മയുണ്ടെങ്കിൽ അത് അല്ലാഹു തആല മാറ്റിവെക്കും, അല്ലെങ്കിൽ പരലോകത്തേക്ക് അത് റിസർവ് ചെയ്ത് വെക്കും. വിവിധ തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉറപ്പാണ്, സത്യവിശ്വാസി അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തിയാൽ അത് അള്ളാഹ് സ്വീകരിക്കുന്നുള്ള ഒരു സംശയവുമില്ല. പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, അള്ളാഹ് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. ആ പ്രാർത്ഥന ഒരു ബന്ധം മുറിക്കാത്ത, അനാവശ്യമല്ലാത്ത പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായും സ്വീകരിക്കും. അതുകൊണ്ട് എത്രയും അധികം പ്രാർത്ഥിക്കുക. അതായത് നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തളർറുവ ഖുഫിയ,
വളരെ പ്രതീക്ഷയോടുകൂടിയും ഭയത്തോടുകൂടിയും പ്രാർത്ഥിക്കുവാനുള്ള വിനയാന്യതനായി പ്രാർത്ഥിക്കുക. അല്ലാണ്ട് നമ്മളെ വേലൊന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ പടച്ചവനല്ലേ, നമ്മളെ ഹൃദയത്തിന്റെ മർമ്മരങ്ങൾ അറിയുന്നവനല്ലേ, നമ്മളെ വിചാരങ്ങൾ ഉണ്ടാക്കി തരുന്നവനല്ലേ, അവനെല്ലാം അറിയുമല്ലോ. തമ്പുരാനെ, നിനക്കെല്ലാം അറിയും. എന്റെ നന്മ എന്താണെന്ന് നീ വ്യക്തമായി അറിയുന്നവനാണ്. അതുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നീ നയിച്ചാലുമെന്ന ഹൃദയംഗമായ ആ പ്രാർത്ഥന, അത് തട്ടേണ്ടടുത്ത് തട്ടുമ്പോ, കൊള്ളേണ്ടടുത്ത് കൊള്ളുമ്പോ അവൻ ആശ്വാസം വരും. അതിനും ഏറ്റവും ഉത്തമമായ ഒരു മാസം ഈ വ്രതാനുഷ്ഠാന മാസമാണ്. ഇത് ഒരു സൗഭാഗ്യമാണ്. നമ്മൾ ഈ മാസം ജീവിച്ചിരുന്ന് നോമ്പുടിച്ചോളണമെന്നും ഒരു ഗ്യാരണ്ടിയും ഒരു സ്ഥലത്ത് തന്നിട്ടില്ല. നമുക്ക് പലതും നമ്മൾ വാറണ്ടിയും ഗ്യാരണ്ടിയും വാങ്ങാറുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ആരും തന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു മഹാസൗഭാഗ്യമാണ്. കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും, നോമ്പുകാരനായി ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഓരോ നിമിഷവും അനുഗ്രഹത്തിൻ്റെതാണ്, സ്വർഗപ്രവേശനത്തിൻ്റെതാണ്, നരകവിമോചനത്തിൻ്റെതാണ് എന്ന് സത്യവിശ്വാസം മനസ്സിലാക്കണം. അന്തിമമായി നാം എത്തിച്ചേരുന്നത് ആ സ്വർഗത്തിലാണ്, അനന്തമായ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന വിനയാനതനായ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന ആ ബോധത്തോടുകൂടി നോമ്പുകാരന് പോകാൻ കഴിഞ്ഞാൽ നോമ്പിന്റെ ക്ഷീണവും അവനുണ്ടാവില്ല, അതുപോലെ നോമ്പിന്റെ പ്രയാസവും അവൻ അനുഭവപ്പെടില്ല. എല്ലാം അവ ലഘൂകരിച്ചു കൊടുക്കും. അവന്റെ മനസ്സിനെ അല്ലാഹു തആല സൃഷ്ടിച്ച, അതായത് ഫാക്ടറി സെറ്റിംഗ്സിൽ നിന്ന് പറഞ്ഞില്ലേ, മൊബൈൽ വാങ്ങിക്കൊണ്ടുവരുമ്പോഴുള്ള എത്രമാത്രം കൃത്യതയുണ്ട്, അതുപോലെ മനുഷ്യനെ പടച്ചപ്പോ എത്രമാത്രം കൃത്യതയുള്ള, എത്രമാത്രം നേർമാർഗമുള്ള, എത്രമാത്രം സിൻസിയറായ ഒരു മൈൻഡാണ്. ആ മൈൻഡിലേക്ക് അവനെ മാറ്റും. അങ്ങനെ ശരീരവും മനസ്സും പരിശുദ്ധമാക്കുന്ന ഈ പരിശുദ്ധ റമദാൻ ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്തി വിജയിക്കുവാൻ ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൽപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ, ദുആ സിദ്ധിച്ച ആളുകൾ, അങ്ങനെ എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും ചെറുപാപങ്ങളും വൻപാപങ്ങളും പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ച് മുന്നേ നിലയിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിൽ ഞങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, നോമ്പ് അത് അർഹിക്കുന്ന ഗൗരവത്തോടെ എടുക്കാനും നീ തൃപ്തിപ്പെടുന്ന വിധത്തിലെല്ലാം അതനുഷ്ഠിക്കാനും നിന്റെ തൃപ്തിക്കായി അത് സമർപ്പിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഖുർആൻ ശരിയായ നിലയിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അവസരവും തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അഭിമാനം നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാ കുറവുകളും പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. നാഥ, അവരുടെ കുറവുകളും കുഴപ്പങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, കടം കൊണ്ട് വലയുന്ന, ആവശ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. നിന്റെ അടിമകൾ, നിന്റെ കാരുണ്യം കാത്തു കഴിയുന്നവർ. നാഥ, അവരുടെ എല്ലാം പ്രാർത്ഥന സ്വീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ച് ആശ്വാസമാക്കി കൊടുക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. നിതാന്തമായ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, മനസ്സും ശരീരവും ഹൃദയവുമൊക്കെ നീയുമായി ഒട്ടിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയാതെ അനുഗ്രഹത്തിന്റെ ഈ ദിനങ്ങളിൽ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ.
നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നീ നൽകി നിന്റെ സൗഭാഗ്യത്തിൽ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരോഗ്യപരമായി തന്നെ ആരോഗ്യത്തോടെ ജീവിച്ച് ശാന്തമായി മരിച്ച് സമാധാനപരമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സക്കറാത്തുൽ മൗത്ത് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ലിഖാഹ് ഫിർദൗസിൽ വെച്ച് നൽകി അനുഗ്രഹിക്കണേ നാഥ. പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين.